വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. ബാഗിന് ഭാരക്കൂടുതലാണെന്ന് ഷിയാൻ പരാതി പറഞ്ഞപ്പോൾ സിയ അവളുടെ ബാഗ് പുറകിൽ നിന്ന് പൊക്കി പിടിച്ചുകൊണ്ട് അവളെ വേഗം നടക്കാൻ സഹായിക്കുന്നിടത്താണ് ലാസ്റ്റ് എപ്പിസോഡ് അവസാനിച്ചത്. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സ്കൂളിലെത്തിയപ്പോൾ മറ്റു കുട്ടികൾ ശ്രദ്ധിക്കുന്നത് കണ്ട് മതി ഇനി ഞാൻ തന്നെ നടന്നോളാം എന്ന് പറഞ്ഞ് ഷിയാൻ അവനെ തട്ടിമാറ്റുന്നു. ആ സമയത്ത് കാറിൽ വന്നിറങ്ങിയ ഒരു പെൺകുട്ടി സിയയ്ക്ക് അരികിലേക്ക് വന്ന് സംസാരിക്കുന്നു. നിന്റെ അസുഖമൊക്കെ മാറിയോ എന്ന് സിയ ചോദിച്ചപ്പോൾ മാറി, പക്ഷേ എനിക്ക് ഒരുപാട് പോർഷൻ മിസ്സായി എന്ന് അവൾ പറയുന്നു. സാരമില്ല, നിനക്കത് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് സിയ പറഞ്ഞപ്പോൾ പിന്നെ കാണാം എന്നറിയിച്ച് അവൾ ക്ലാസ്സിലേക്ക് നടക്കുന്നു. നമ്മുടെ ക്ലാസ്സിൽ ലീവിലായിരുന്ന കുട്ടി അതാണോ എന്ന് ഷിയാൻ ചോദിച്ചപ്പോൾ അതെ, ഷൻസി എന്നാണ് അവളുടെ പേര് എന്ന് സിയെ പറയുന്നു. അപ്പോഴേക്കും അവർക്ക് പുറകെ ഉണ്ടായിരുന്ന ഷാദിയും ശിഷിയും അവർക്കെടുത്തെത്തിയിരുന്നു. ഷൻസി അല്ലേ അത്, അവൾ ഒന്നുകൂടി സുന്ദരിയായല്ലോ എന്ന് പറഞ്ഞ് ശിഷി സിയെയും കൊണ്ട് മുന്നോട്ട് നടക്കുന്നു. നിന്നെയും സിയെയും കണ്ടിട്ട് എനിക്കെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ടല്ലോ, അവൻ നിൻ്റെ ബാഗ് വരെ പിടിക്കാൻ തയ്യാറായല്ലോ എന്ന് ഷാദി ഷിയാനോട് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല, എൻ്റെ ബാഗിന് ഭാരക്കൂടുതലായതുകൊണ്ട് അവൻ സഹായിച്ചതാണ് എന്ന് അവൾ പറയുന്നു. ഷൻസി ശരിക്കും ഒരു സ്കൂൾ ബ്യൂട്ടി ആയിരുന്നു. അവൾ ക്ലാസ്സിലേക്ക് വരുന്നത് വായി നോക്കി നിൽക്കാൻ ആൺപിള്ളേരുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. അവളുടെ ഡെസ്ക് മേറ്റ് ആവാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടെന്ന് ശിഷി പറഞ്ഞത് കേട്ട് ഷാദി അവൻ്റെ ചെവിക്ക് പിടിക്കുന്നു. നിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് ശിഷി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അങ്ങനെയല്ലല്ലോ കേട്ടത് എന്ന് പറഞ്ഞവൾ ഒന്നുകൂടി വേദനിപ്പിക്കുന്നു. ഒരു വിധത്തിൽ അവളുടെ കൈ പിടിച്ചു മാറ്റിയിട്ട് ഞാൻ സിയയുടെ കാര്യമാണ് പറഞ്ഞത്. അവർ മുമ്പ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നില്ലായിരുന്നോ, ഗോൾഡൻ കപ്പിൾ എന്നല്ലേ കുട്ടികൾ അവരെ വിളിച്ചിരുന്നത് എന്നൊക്കെ ശിഷി പറയുന്നു. ഷിയാൻ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ബോറടിപ്പിക്കാതെ എന്ന് പറഞ്ഞ് സിയ സീറ്റിൽ വന്നിരിക്കുന്നു. ഷിയാൻ കാര്യമായി എന്തോ ആലോചിക്കുന്നത് കണ്ട് എന്താണെന്ന് സിയെ ചോദിച്ചെങ്കിലും ഒന്നുമില്ല എന്ന് പറഞ്ഞവൾ ഒഴിഞ്ഞു മാറുന്നു. അന്ന് ലഞ്ച് കഴിക്കാൻ സിയയും ശിഷിയും ഷൻസിക്കൊപ്പമാണ് ഇരുന്നത്. ഷിയാനെ അസൂയ തോന്നുന്നുണ്ടായിരുന്നെങ്കിലും അവളത് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ ശിഷി ഷൻസിയോട് ക്ലോസായി പെരുമാറുന്നത് കണ്ട് ഷിയാനൊപ്പം ഉണ്ടായിരുന്ന ഷാദി അസൂയപ്പെട്ട് എന്തോ പറഞ്ഞപ്പോൾ അസൂയ പെൺകുട്ടികളുടെ സൗന്ദര്യം കുറയ്ക്കുമെന്ന് ഷിയാൻ പറയുന്നു. സത്യമാണെന്ന് ചോദിച്ച് ഷാദി മുഖത്ത് തടവിയിട്ട് നിനക്ക് അസൂയ തോന്നില്ലേ, അവൾ സിയയോട് തൊട്ടടുത്താണ് ഇരിക്കുന്നത് എന്ന് പറയുന്നു. അതിന് ഞാനെന്ത് വേണമെന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ കഷ്ടം എന്ന് പറഞ്ഞ് ഷാദി സഹതിപ്പിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെപ്പോലെയുള്ള പെൺകുട്ടികളെയാണോ എല്ലാവർക്കും ഇഷ്ടമെന്ന് ഷിയാൻ സംശയം ചോദിക്കുന്നു. ചിലപ്പോൾ ആയിരിക്കും, പക്ഷേ നീ നന്നായി ഒന്നുകൂടി ഒരുങ്ങിയാൽ കാണാൻ അവളെക്കാൾ ഭംഗിയുണ്ടായിരിക്കും. നിന്റെ നെറ്റി കുറച്ച് പൊങ്ങി നിൽക്കുന്നതേ ഉള്ളൂ. അവൾ മുടി കട്ട് ചെയ്തിരിക്കുന്ന പോലെ മുന്നിലേക്ക് കട്ട് ചെയ്തിട്ടാൽ നിനക്ക് ഒന്നുകൂടി ഇണങ്ങും എന്ന് ഷാദി പറയുന്നു. അങ്ങനെ ചെയ്യാൻ അമ്മ സമ്മതിക്കില്ല. ഈ നെറ്റി എൻ്റെ ഭാഗ്യമാണ് എന്നാണ് അമ്മ പറയുന്നത്. എനിക്ക് ജോലി കിട്ടാനൊക്കെ ഇത് സഹായിക്കും, അതുകൊണ്ട് നെറ്റി മറയ്ക്കരുത് എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് എന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ നീ അതൊക്കെ വിശ്വസിച്ചോ എന്ന് ചോദിച്ച് ഷാദി അവളെ കളിയാക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ലീഡർ സ്ഥാനത്തേക്ക് മത്സരിക്കണം, വേഗം ഭക്ഷണം കഴിക്കാൻ ഷിയാൻ അവളോട് പറയുന്നു. മത്സരിക്കാൻ ഷാദിയും അവളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമുള്ള പീരീഡിൽ ആൻറ്റി ലിയു ക്ലാസ്സിലെ ലീഡർമാരെ തിരഞ്ഞെടുക്കാൻ പോവുകയാണെന്ന് അറിയിക്കുന്നു. ക്ലാസ് ലീഡറായി വൻ അല്ലാതെ മറ്റാർക്കെങ്കിലും മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് അദ്ദേഹം ചോദിച്ചപ്പോഴേക്കും വൻ ചാടി എണീറ്റ് തുടർന്നും ക്ലാസ് ലീഡറായിരിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ ഇതുവരെ ചെയ്തതുപോലെ എൻ്റെ ഡ്യൂട്ടികളെല്ലാം കൃത്യമായി തന്നെ ചെയ്തോളാം, എന്നെ വിജയിപ്പിക്കണമെന്ന് പറയുന്നു. കുട്ടികളെല്ലാം കൈയടിച്ചത് പാസ്സാക്കുന്നു. സ്റ്റഡീസിൻ്റെ ചുമതലയുള്ള ലീഡറായി ആൻറ്റി ലിയു സിയയുടെ പേര് നിർദ്ദേശിച്ചെങ്കിലും എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് അവൻ റിക്വസ്റ്റ് ചെയ്തതിനാൽ വെന്നിൻ്റെ പേര് തന്നെ അദ്ദേഹം നിർദ്ദേശിക്കുന്നു. വെൻ സമ്മതിക്കുന്നുണ്ട്. അടുത്തായി സ്പോർട്സിൻ്റെ ലീഡറിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഞാനാവാം എന്ന് പറഞ്ഞ് ശിഷിയും ഫെങ്ങും ഒരുപോലെ ചാടി എണീക്കുന്നു. ശിഷി ഫെങ്ങിനോട് ഇരിക്കാൻ പറഞ്ഞെങ്കിലും പറ്റില്ലെന്ന് പറഞ്ഞവൻ എതിർത്തപ്പോൾ എൻ്റെ ലിമിറ്റഡ് എഡിഷൻ ബാസ്കറ്റ്ബോൾ നിനക്ക് കളിക്കാൻ തരാം എന്ന ഓഫർ ശിഷി വെച്ചപ്പോൾ ഫെങ് അത് സമ്മതിച്ചിരിക്കുന്നു. ശിഷിയെ സ്പോർട്സ് ലീഡറായി തിരഞ്ഞെടുക്കുന്നു. അടുത്തതായി ആർട്സിൻ്റെ ലീഡറെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്ന് ആൻറ്റി ലിയു ചോദിച്ചപ്പോൾ ഷാദി തിരിഞ്ഞ് ഷിയാനോട് നീ എഴുന്നേൽക്കുന്നില്ലെന്ന് ചോദിക്കുന്നു. ഷിയാൻ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഷൻസി എഴുന്നേറ്റ് ഞാൻ ജൂനിയർ ഹൈസ്കൂളിൽ 3 വർഷം ആർട്സ് ലീഡറായിരുന്നു, എനിക്ക് പാട്ടിലും ഡാൻസിലും ഡ്രോയിങ്ങിലും നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, ആർട്സ് ലീഡർ ആവാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു. കുട്ടികൾ കൈയടിച്ചവളെ അംഗീകരിക്കുന്നു. ഷിയാനാകെ നിരാശയാകുന്നുണ്ട്. ക്ലാസ് കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു ഫോം തരുന്നുണ്ട്, പൂരിപ്പിച്ച് തിരിച്ചേൽപ്പിക്കണം, നിങ്ങളുടെ കഴിവുകളെക്കുറിച്ചും അതിലെഴുതിയിരിക്കണം എന്ന് ആൻറ്റി ലിയു അറിയിക്കുന്നു. ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കഴിവുകളുടെ കോളത്തിൽ ഡ്രോയിങ് എന്നെഴുതിയിട്ട് ഷിയാൻ അത് വെട്ടിക്കളയുന്നത് കണ്ട് നീ നന്നായി വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, പിന്നെ എന്താണത് വെട്ടിയത് എന്ന് ഷാദി ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷിയാൻ്റെ ബുക്കിൽ മിസ്റ്റർ പുഴുങ്ങിയ മുട്ട എന്ന പേര് കൊടുത്ത് വരച്ചിരിക്കുന്ന ഒരു രൂപം കാണുന്നു. ഇത് കണ്ടിട്ട് നല്ല പരിചയം തോന്നില്ല എന്നവൻ സിയെ നോക്കി പറഞ്ഞപ്പോഴേക്കും ഷിയാൻ പെട്ടെന്ന് ബുക്ക് തിരികെ വാങ്ങിക്കുന്നു. ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് ഫോം തിരികെ വാങ്ങാനെത്തിയ ഷൻസി അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളും ഷിയാൻ്റെ ബുക്കിലെ ഡ്രോയിങ് ശ്രദ്ധിച്ചിട്ട് നീ നന്നായി വരയ്ക്കുന്നുണ്ടല്ലോ, എനിക്ക് ഈ പടം കണ്ടിട്ട് പരിചയം തോന്നുന്നുണ്ട് എന്ന് അവളും സിയെ നോക്കി പറയുന്നു. ഷിയാൻ പെട്ടെന്ന് ബുക്ക് തിരികെ വാങ്ങുന്നു. ഷിയാന് താല്പര്യമുണ്ടെങ്കിൽ എനിക്കൊപ്പം ബ്ലാക്ക് ബോർഡിലെ ന്യൂസ് പേപ്പർ തയ്യാറാക്കാൻ കൂടാം എന്ന് ഷൻസി അവളോട് പറയുന്നു. താല്പര്യമുണ്ട് എന്നവൾ പറഞ്ഞപ്പോൾ ഈ ആഴ്ച ക്ലാസ് കഴിയുമ്പോൾ അത് വരയ്ക്കാനായി നിൽക്കണം എന്നറിയിച്ചിട്ട് ഷൻസി ഫോം വാങ്ങുന്നു. ഷൻസി അടുത്തെത്തിയത് മുതൽ ശിഷി വാ തുറക്കുക പോലും ചെയ്യാതെ പുഞ്ചിരിച്ച മുഖവുമായി വളരെ മാന്യനായി ഇരിക്കുകയാണ്. ഷൻസി പോയപ്പോൾ അവൻ കൈവീശി കാണിക്കുന്നത് കണ്ട് ഷാദി അവനെ രൂക്ഷമായി നോക്കുന്നു. ഷൻസി പോയി കഴിഞ്ഞപ്പോൾ എന്തോ വലിയ കാര്യം സാധിച്ചതുപോലെ ഷിയാൻ നിനക്കിപ്പോൾ എന്നോട് അസൂയ തോന്നുന്നുണ്ട് എന്നൊരു സിയയോട് ആകാംക്ഷയോട് ചോദിക്കുന്നു. അസൂയ തോന്നാൻ വേണ്ടി എന്താണ് ഉണ്ടായത് എന്നൊരു പിടിയും കിട്ടാത്തതിനാൽ സിയെ അസൂയയോ എന്തിനാണ് എന്ന് അവളോട് ചോദിക്കുന്നു. ഒന്നുമില്ല എന്ന് പറഞ്ഞവൾ തിരിയുന്നുണ്ട്. ബ്രേക്ക് ടൈമിൽ ഷിയാനൊപ്പം ബാത്റൂമിൽ പോയ ഷാദി
അവിടെ നിന്ന് ഷൻസിയുടെ കുറേ കുറ്റം പറയുന്നു. നീ ശരിക്കും അവൾക്കൊപ്പം വരയ്ക്കാൻ പോവുകയാണോ? അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവളായി അഭിനയിക്കുന്നതാണ്, യഥാർത്ഥ സ്വഭാവം അതല്ല എന്നൊക്കെ പറഞ്ഞ് ഷാദി ശരിക്കും അവളുടെ കുറ്റം പറയുകയാണ്. എനിക്ക് കണ്ടിട്ട് അങ്ങനെയൊന്നുമല്ല തോന്നിയത്, പാവമായിട്ടാണ് തോന്നിയത്, കാണാനും നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ ഷിയാൻ പറയുന്നു. നിന്റെ മുടി അതുപോലെ കട്ട് ചെയ്തിട്ട് നിന്നെ കാണാനും അതിനേക്കാൾ ഭംഗിയുണ്ടാകും. ടോയ്ലറ്റിനുള്ളിൽ ആരും ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ രണ്ടുപേരും നിശബ്ദരാകുന്നു. അപ്പോഴേക്കും വാതിൽ തുറന്ന് പുറത്തിറങ്ങി വന്ന ഷൻസിയെ കണ്ട് രണ്ടുപേരും ചമ്മലോടെ നിൽക്കുന്നു. ഷൻസി പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ലാതെ രണ്ടുപേർക്കും ഇടയിലൂടെ വന്ന് കൈ കഴുകുന്നു. ഇടയ്ക്ക് തിരിഞ്ഞ് ഷിയാനെ നോക്കി ചിരിച്ചുകൊണ്ട് നിന്നെ കാണാനും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. നമ്മൾ പറഞ്ഞതിനെക്കുറിച്ചാണ് അവൾ പറഞ്ഞത്, നാണക്കേടായി എന്നൊക്കെ ഷിയാൻ ഷാദിയോട് പറയുന്നുണ്ട്. അന്ന് PT പീരീഡിൽ എല്ലാവരും പോയപ്പോൾ ഈ പീരീഡാണ് നമ്മൾ ബോർഡിൽ വരയ്ക്കാൻ പോകുന്നതെന്ന് ഷൻസി ഷിയാനോട് പറയുന്നതിനാൽ കഷ്ടമായി പോയല്ലോ, ഞാൻ ഒറ്റയ്ക്ക് പോയി അവർ ബാസ്ക്കറ്റ്ബോൾ കളിക്കുന്നത് കണ്ടിട്ട് വരാം. ഈയിടെയായിട്ട് അവരുടെ കളി കാണാൻ കുറേ പെൺകുട്ടികൾ വരുന്നുണ്ട്, പ്രത്യേകിച്ച് സിയയെ കാണാൻ എന്ന് ഷാദി പറയുന്നു. അതെനിക്കൊരു പ്രശ്നവുമില്ല എന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ എനിക്ക് സമ്മതിച്ചു തരാൻ ഭയങ്കര മടിയാണല്ലേ എന്ന് പറഞ്ഞ് ഷാദി എഴുന്നേറ്റ് പോകുന്നു. ഷൻസി സിയയുടെ സീറ്റിലേക്ക് വന്നിരുന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ബോർഡിൽ വരച്ചോളൂ എന്ന് പറഞ്ഞ് തീം പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ എഴുതാൻ പറ്റിയ ഡയലോഗ് കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ സിയയുടെ പൗച്ചിൽ പേന തിരയുന്നു. അവൻ്റെ സാധനങ്ങളിൽ മറ്റുള്ളവർ തൊടുന്നത് സിയയ്ക്ക് ഇഷ്ടമല്ല. എൻ്റെ പേന തരാം എന്ന് പറഞ്ഞ് ഷിയാൻ തൻ്റെ പേന എടുത്തപ്പോൾ ഞാനായതുകൊണ്ട് അവന് പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് ഷൻസി പറയുന്നു. അത്രയ്ക്ക് സ്പെഷ്യൽ റിലേഷനാണോ നിങ്ങൾ തമ്മിലെന്ന് ഷിയാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. PT ക്ലാസ് കഴിഞ്ഞ് വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷിഷി സിയയോട് ഷൻസിയെക്കുറിച്ച് പറയുന്നു. നിങ്ങൾ കണ്ടപ്പോഴും ഒരുമിച്ചായിരുന്നു, നിങ്ങൾ നല്ല മാച്ചായിരുന്നു. അവൾ മടങ്ങിയെത്തിയപ്പോൾ നിന്റെ മനസ്സിന് ചെറിയ ഇളക്കമുണ്ടെന്നാണ് തോന്നുന്നത് എന്ന് ഷിഷി പറഞ്ഞപ്പോൾ ചെറിയ ഇളക്കമല്ല, വലിയ തിരമാലകൾ തന്നെയാണ് എന്ന് നിന്നെ കണ്ടാൽ അറിയാം എന്നവൻ തിരിച്ച് ഷിഷിയെ കളിയാക്കി പറയുന്നു. ആദ്യം നിഷേധിച്ചെങ്കിലും എൻ്റെ മുഖത്ത് അത് അത്രയ്ക്ക് തെളിഞ്ഞു കാണുമോ എന്ന് ഷിഷി ചോദിക്കുന്നു. ഷിഷിയെ കളിയാക്കി ചിരിച്ചിട്ട് ഷൻസിയോട് വിവരം പറയാനായി സിയ എഴുന്നേറ്റ് ഓടുന്നു. പുറകെ ഷിഷിയും. അവർ ക്ലാസ്സിലെത്തിയപ്പോൾ ഷിയാൻ ബോർഡിൽ ഏകദേശം വരച്ചു കഴിയാറായിരുന്നു. ഷൻസി അവിടെ മാറിയിരിക്കുകയാണ്. ബോർഡിലെ ചിത്രം കണ്ട് ഇത് ശരിക്കും നീ വരച്ചതാണെന്ന് ചോദിച്ച് ഷിയാൻ അരികിലേക്ക് ചെന്നെങ്കിലും സിയ ഷൻസിക്കരികിൽ ചെന്ന് അവളോട് സംസാരിച്ചതേ ഉള്ളൂ. ഷിയാൻ അത് കണ്ട് ദേഷ്യം വരുന്നുണ്ട്. ഞാനല്ലാതെ വേറെ ആര് വരയ്ക്കാനാണെന്ന് ഷിഷിയോട് ദേഷ്യത്തിൽ ചോദിച്ചുകൊണ്ട് അവൾ സിയോടുള്ള ദേഷ്യം അവൻ്റെ നേർക്ക് തീർക്കുന്നു. സിയയുടെ ഡെസ്ക്മേറ്റായി മടങ്ങിയെത്തിയതിന് ശേഷം നിനക്ക് എപ്പോഴും ഭയങ്കര ദേഷ്യമാണല്ലോ എന്ന് ഷിഷി അവളോട് പറയുന്നുണ്ട്. അവൻ ബോർഡിലെ ഒരു ചിത്രം ചൂണ്ടിക്കാണിച്ചിട്ട് ഷൻസിയോടായി ഇതെന്തായാലും നീ തന്നെ വരച്ചതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് വന്ന ഷാദി അതിനവനെ വഴക്ക് പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നു. രണ്ടുപേരും കൂടി വഴക്കിട്ട് അവിടെ നിന്ന് ഓടുന്നതിനിടയിൽ അബദ്ധത്തിൽ ഷിയാനെ തട്ടുന്നതിനാൽ അവൾ പുറകിലേക്ക് വീഴാൻ തുടങ്ങുന്നു. അവിടെ അടുത്തന്നെ നിൽക്കുകയായിരുന്ന സിയെ പെട്ടെന്ന് അവളെ താങ്ങി മുന്നോട്ട് അയക്കുന്നു. പക്ഷേ അതിനിടയിൽ അവളുടെ മുഖം ബോർഡിൽ പോയി ഇടിക്കുന്നുണ്ട്. ഷിയാൻ തിരിഞ്ഞപ്പോൾ അവിടെ മുഖത്ത് ചോക്ക് പറ്റിയിരിക്കുന്നത് കണ്ട് മേക്കപ്പ് ഇട്ടതുപോലെയുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അവളെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങുന്നു. ഷാദി നൽകിയ കണ്ണാടിയിൽ അവൾ മുഖം നോക്കിക്കൊണ്ടിരിക്കുന്നപ്പോൾ ശരിയല്ലേ എന്ന് ഷിയാൻ ചോദിക്കുന്നു. ഇതെല്ലാം നീ കാരണമാണ് എന്ന് പറഞ്ഞവൾ അവൻ്റെ നേർക്ക് തിരിയുന്നു. ഞാൻ നിന്നെ സഹായിക്കാൻ നോക്കിയതല്ലേ എന്ന് സിയയും പറയുന്നു. വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ രണ്ടുപേർക്കും കട്ടയ്ക്ക് പരസ്പരം കുറ്റം പറയുന്നത് കണ്ട് ഷിഷിയും ഷാദിയും കൂടി മാറി നിന്നവരെ കമൻ്റ് അടിക്കുന്നു. മിണ്ടാതിരിക്കാൻ രണ്ടുപേരും ഒരുപോലെ അവരോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അടുത്ത ദിവസം സിയ സ്കൂളിൽ പോകാൻ റെഡിയായി വന്നപ്പോൾ ഷിയാൻ നേരത്തെ തന്നെ റെഡിയായി അവിടെ ഒരു ബെഞ്ചിൽ വന്നിരുന്ന് ഇംഗ്ലീഷ് പോയം കാണാതെ പഠിക്കാൻ ശ്രമിക്കുന്ന അവൻ കാണുന്നു. അവസാന നിമിഷം കുത്തിയിരുന്ന് കാണാപ്പാടം പഠിക്കുകയാണല്ലേ എന്ന് പറഞ്ഞവൻ അവളെ കളിയാക്കി ചിരിക്കുന്നു. അതിനെന്താ ഇനിയും സമയമുണ്ടല്ലോ, നീ മുഴുവൻ പഠിച്ചു കഴിഞ്ഞു എന്നവൾ ചോദിക്കുന്നു. അവൻ പഠിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് അതെങ്ങനെ സാധിച്ചു, ഇതിൽ ഒരുപാട് പുതിയ വാക്കുകൾ ഉണ്ടല്ലോ എന്നവൾ ചോദിക്കുന്നു. ഞാൻ കാണാതെ പഠിച്ചില്ല, കുറേ തവണ വായിച്ചു മനസ്സിലാക്കി, എനിക്കത് മതി എന്നവൻ പറയുന്നു. നീ മിടുക്കനാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞവൾ വീണ്ടും വായിക്കാൻ തുടങ്ങിയപ്പോൾ സിയ പുസ്തകം വാങ്ങി നോക്കുന്നു. അതിൽ വായിക്കാനറിയാത്ത ഇംഗ്ലീഷ് വാക്കുകളെല്ലാം നമ്മൾ മലയാളത്തിൽ എഴുതി വെക്കുന്ന പോലെ അവൾ ചൈനീസിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് നീ ഇംഗ്ലീഷാണോ ചൈനീസാണോ പഠിക്കുന്നത്, ആരെങ്കിലും ഇങ്ങനെ പഠിക്കുമോ, ഇംഗ്ലീഷ് ഉച്ചാരണം തന്നെ ഓർത്തിരുന്ന് പഠിക്കണം എന്ന് പറഞ്ഞവൻ അവളെ വീണ്ടും കളിയാക്കുന്നു. എനിക്കതാണ് എളുപ്പം എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് തട്ടിപ്പറിച്ചുകൊണ്ട് അവൾ പോകുന്നു. അന്ന് ക്ലാസ്സിൽ വെച്ച് ഇംഗ്ലീഷ് ടീച്ചർ പദ്യം ചൊല്ലി കേൾപ്പിക്കാൻ ആദ്യം പൊക്കിയത് ഷിയാനെയാണ്. അവൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അവളുടെ ഉച്ചാരണം കേട്ട് മറ്റു കുട്ടികൾ ചിരിക്കാൻ തോന്നുന്നു. ടീച്ചർ അവരെ വഴക്ക് പറഞ്ഞിട്ട് ഉച്ചാരണം ശരിയാക്കി ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്ത് എന്നെ വന്ന് പറഞ്ഞു കേൾപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവളോട് ഇരിക്കാൻ പറയുന്നു. അടുത്തായി ഷൻസിയോടാണ് ടീച്ചർ പറയാൻ പറഞ്ഞത്. ഷൻസി ഭംഗിയെ ഇംഗ്ലീഷ് പറയുന്നത് കേട്ട് ഷിയാൻ അസൂയയോടും വിഷമത്തോടും അവളെ നോക്കിയിരിക്കുന്നുണ്ട്. അവൾ ഇംഗ്ലീഷ് പഠിക്കാൻ ബോസോങ്ങിൻ്റെ സഹായം തേടുന്നുണ്ട്. അവൻ പ്രൊനൗൺസിയേഷൻ ഉൾപ്പെടെയുള്ള ഒരു ടെക്സ്റ്റും ഒരു CD അവളെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ചെറുപ്പത്തിൽ ABCD നന്നായി പ്രൊനൗൺസ് ചെയ്യാൻ പഠിക്കാതിരുന്നതിൻ്റെ പ്രശ്നമാണിത്. നീ ഈ CD-യിലുള്ളത് കേട്ടിട്ട് ടെക്സ്റ്റിൽ നോക്കി വായിച്ച് നന്നായി പ്രാക്ടീസ് ചെയ്താൽ മതി, ശരിയായിക്കോളും എന്ന് അവൻ പറഞ്ഞു കൊടുക്കുന്നു. അവൾ മൂഡ് ഓഫ് ആയിരിക്കുന്നത് കണ്ട് അവൻ കാര്യം തിരക്കിയപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കാൻ മിടുക്കിയായ കാണാൻ നല്ല ഭംഗിയുള്ള ഒരുപാട് കഴിവുള്ള ഒരു പെൺകുട്ടിയുണ്ട്, എല്ലാവർക്കും അവളെ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് എൻ്റെ ഡെസ്ക്മേറ്റ് അവളെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു എന്നവൾ പറഞ്ഞപ്പോൾ നീ കെയർ ചെയ്യുന്ന ആ പെൺകുട്ടിയാണോ അതോ നിൻ്റെ ഡെസ്ക്മേറ്റിനെയാണോ, നിൻ്റെ ഡെസ്ക്മേറ്റ് ഒരു ആൺകുട്ടിയാണല്ലേ എന്ന് ബോസോങ് ചോദിക്കുന്നു. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല എന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞവൻ അവളെ കളിയാക്കി ചിരിക്കുന്നു. ഞങ്ങൾ വെറും ഫ്രണ്ട്സാണ്, നീ എന്നു മുതലാണ് ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയത് എന്ന് ഷിയാൻ ചോദിക്കുന്നതിനാൽ എങ്കിൽ വിട്ടേക്ക് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം എന്ന് പറഞ്ഞവൻ അവൾക്കൊപ്പം തിരിഞ്ഞെടുക്കുന്നു. ഷിയാനെ അവളുടെ സീറ്റിൽ കാണാത്തതിനാൽ
അവൾ എവിടെ പോയി എന്ന് ആഞ്ജലിയു സിയയോട് ചോദിക്കുന്നു. റെസ്റ്റ് റൂമിൽ പോയതായിരിക്കുമെന്ന് അവൻ പറയുന്നു. അദ്ദേഹം അവിടെ നിന്ന് മാറി മുന്നിലേക്ക് പോയ സമയത്ത് ഷിയാൻ അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെടാതെ ഒളിച്ചു വന്ന സീറ്റിലിരിക്കുന്നു. നീ എവിടെ പോയിരിക്കുകയായിരുന്നു? ക്ലാസ് കട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയെന്ന് സിയ ചോദിച്ചപ്പോൾ ഞാൻ നിന്നോട് പറയുന്നില്ല, എനിക്കങ്ങനെ പലതും ചെയ്യാൻ കഴിയും എന്നവൾ തിരിച്ചു പറയുന്നു. അവൻ അവളുടെ ഇംഗ്ലീഷ് ബുക്ക് അവളുടെ മുന്നിലേക്ക് നീക്കി വെച്ചിട്ട് ഞാൻ നിൻ്റെ നോട്ട് കറക്റ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്, നീ മുമ്പ് എന്തൊക്കെയാണ് തെറ്റായിരുന്നു എഴുതി വെച്ചിരുന്നത് എന്ന് പറയുന്നു. ആണോ എന്ന് ചോദിച്ചവൾ സന്തോഷത്തോടെ ബുക്ക് തുറന്നു നോക്കുന്നു. സിയ ചുവന്ന മഷി കൊണ്ട് ശരിയായ ഉച്ചാരണം ചൈനീസിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് അവൾ സന്തോഷത്തോടെ അവന് നന്ദി പറയുന്നു. അവൾ കൊണ്ടുവന്ന സിഡിയും ബുക്കും സിയ എടുത്ത് നോക്കുന്നു. ബുക്കിൻ്റെ സൈഡിൽ ബോസോങ്ങിൻ്റെ പേര് എഴുതിയിരിക്കുന്നത് കണ്ട് സിയെ അവളെ നോക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനം. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.